ഇന്നത്തെ കൂട്ടാൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ മാങ്ങ അച്ചാറുണ്ട്, നല്ല പുളിയുള്ള മാങ്ങയുടെ അച്ചാറാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെ ഒരു മാവുണ്ട് കേട്ടോ, ഞാനിപ്പോൾ പോയി പൊട്ടിച്ചു, ഇപ്പം തന്നെ ഉണ്ടാക്കിയ അച്ചാറാണ്. അധികം ദിവസമൊന്നും ഇരിക്കില്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയ അച്ചാറല്ലേ. 2 ദിവസം കൊണ്ട് പെട്ടെന്ന് തീർക്കണം. 2 ദിവസമൊന്നും ഉണ്ടാവില്ല, ഞാൻ അച്ചാർ ഒതിച്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അവിയലുണ്ട്. അവിയൽ ഉണ്ടാക്കുന്ന ദിവസം ഞാൻ ചോറ് കുറച്ചേ കഴിക്കാറുള്ളൂ, അവിയൽ കുറേ കഴിക്കും കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് അവിയലും മാങ്ങാച്ചാറും, ഭയങ്കര കോമ്പിനേഷനാണല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ താരം, ബീഫ് കറി, അതും ഉരുളക്കിഴങ്ങിട്ട് വെച്ച ബീഫ് കറി. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ, എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട്, അല്ലെങ്കിൽ ബീഫ് മാത്രമേ വെക്കാറുള്ളൂ. ഇതൊരു നൊസ്റ്റാൾജിക്കാണ്, കാരണം അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉരുളക്കിഴങ്ങിട്ട് ബീഫൊക്കെ വയ്ക്കുമായിരുന്നു. അപ്പോൾ ആ കറിയുടെ ഒരു ഓർമ്മ വരുമ്പോഴത്തേക്കും ഞാനും ചിലപ്പോഴൊക്കെ നമ്മുടെ ബീഫ് കറിയിൽ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിടും. ഭയങ്കര ടേസ്റ്റാട്ടോ കിഴങ്ങെടുത്ത് കഴിക്കാൻ. അപ്പോൾ അതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഒരു കുറവ് തോന്നണല്ലേ നിങ്ങൾക്ക്? ബീഫ് കറി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് പപ്പടം നിർബന്ധമാണ്. അതിപ്പോൾ പുട്ടിൻ്റെ കൂടെ ബീഫാണെങ്കിലും പപ്പടം വേണം, ചോറിൻ്റെ കൂടെ ബീഫാണെങ്കിലും പപ്പടം വേണം. പക്ഷേ എന്നിട്ടും കുറവ് അങ്ങോട്ട് നികന്നത്തില്ല. സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. എന്താണെന്ന് പറയാമോ? നമുക്ക് ഇതിന് ഒരു കുറവും കൂടി ഉണ്ട്. അതായത് ഇതിൻ്റെ നടുക്കൊഴിക്കാൻ ലേശം ഒരു ആഴ്ചതും കൂടി വേണ്ടേ, എന്നാലല്ലേ പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ബീഫ് കറി ഉണ്ടെങ്കിൽ ചോറും കൂട്ടിയിട്ടാണ് കഴിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പുളിശ്ശേരിയോ അല്ലെങ്കിൽ ഒരു മോര് കൂട്ടാനോ നിർബന്ധം, പിന്നെ പപ്പടം. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.